അരുണാചലം. അദ്ദേഹത്തിൻ്റെ യാത്രാനുഭവ വിവരണങ്ങളുടെ ഒരു ശ്രോതാവായിരിക്കുമ്പോഴാണോ, ശ്രീ നൊച്ചൂർ വെങ്കട്ടരാമൻ്റെ ആത്മസാക്ഷാത്കാരം എന്ന പുസ്തകം വായിച്ചപ്പോഴാണോ, അതോ ശ്രീ രമണ മഹർഷിയെക്കുറിച്ച് കൂടുതൽ കേട്ടും വായിച്ചും അറിഞ്ഞപ്പോഴാണോ, എപ്പോഴെന്നറിയില്ല, ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ നാമമാണ് അരുണാചലം. ഒരു രാത്രി യാത്രയുടെ അവസാനം ജോളാട്ടെ റെയിൽവേ സ്റ്റേഷനിലിറങ്ങി ഓരോ കപ്പ് കോഫിയും കഴിച്ച് വീണ്ടും 2 മണിക്കൂർ തമിഴ്നാട് ബസ്സിൽ തിരുവണ്ണാമലയിലേക്കുള്ള യാത്ര. അവിസ്മരണീയമായ ഈ യാത്രയിൽ പങ്കാളികളാകുവാൻ ഞാൻ നിങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യാത്ര പുറപ്പെട്ട് അധികം താമസിയാതെ തന്നെ ബസ് സൈഡിലേക്ക് ഒതുങ്ങി ഡ്രൈവറും കണ്ടക്ടറും പുറത്തേക്കിറങ്ങിയപ്പോൾ ചായ കുടിക്കാനാവുമെന്നാണ് കരുതിയത്. പക്ഷേ റോഡരികിൽ തന്നെയുള്ള ചെറിയ ക്ഷേത്രത്തിൽ കയറി അവർ തൊഴുതു നിൽക്കുന്നതും അവിടെ നിന്നും പൂജാരി ഇറങ്ങി വന്ന് ബസ്സിൽ കയറി പൂജ നടത്തി, സ്റ്റിയറിംഗ് വീൽ ഉൾപ്പെടെ പൂജ നടത്തി മടങ്ങുന്നതും കണ്ടപ്പോൾ തമിഴ്നാടിൻ്റെ നിഷ്കളങ്കമായ ഗ്രാമീണ ജീവിതവും തങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ അവർ എത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴും ഒരു പ്രത്യേക ആദരവ് തോന്നാതിരുന്നില്ല. ജീവിതയാത്രയിലും ദൈനംദിന യാത്രയിലും യാതൊരുവിധ ആപത്തുകളും കൂടാതെ വിഘ്നങ്ങൾ ഒഴിഞ്ഞ് മുന്നോട്ട് പോകുവാൻ ദൈവിക സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് വീണ്ടും യാത്ര തുടരുമ്പോൾ നോക്കൂ, തമിഴ്നാട്ടിൻ്റെ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്ര എത്ര മനോഹരമായ കാഴ്ചയാണ്. കാവലാളായി കിഴക്കൻ മലനിരകൾ, പൊന്നുപോലെ അവർ കാത്തുസൂക്ഷിക്കുന്ന നദീജല സമ്പത്ത്, ഇവയൊക്കെ ഉപയോഗിച്ചുള്ള കൃഷികൾ, വിളഞ്ഞുകിടക്കുന്ന നെൽപ്പാടങ്ങൾ, പച്ചക്കറിത്തോട്ടങ്ങൾ, പൂന്തോട്ടങ്ങൾ, പഴവർഗ്ഗത്തോട്ടങ്ങൾ, ഇവയൊക്കെ കണ്ണിനും മനസ്സിനും ഏറെ കുളിർമ നൽകുന്ന ഒന്നാണ്. അങ്ങനെ കാഴ്ചകൾ കണ്ട് കണ്ട് നമ്മൾ ക്ഷേത്രനഗരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ബസ് സാമാന്യം നല്ല വേഗതയിലായിരുന്നു. അകമ്പടിയായി ഭക്തിനിർഭരമായ സംഗീതവും. സമയം പോയത് അറിഞ്ഞേയില്ല. ക്ഷേത്രഗോപുരം, അരുണാചലേശ്വര ക്ഷേത്ര സന്നിധിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. തൊട്ടടുത്ത് തന്നെ അരുണഗിരി. നോക്കൂ, ഇവിടെയാണ് ശ്രീ പരമേശ്വരൻ അഗ്നിലിംഗമായി അവതരിച്ചത്. അരുണഗിരിയുടെ മടിത്തട്ടിലാണ് അരുണാചലേശ്വര ക്ഷേത്രവും. പക്ഷേ ഈ തിരക്ക് അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണ റൂമൊന്നും ബുക്ക് ചെയ്യാതെയാണ് എത്തിയിരിക്കുന്നത്. ക്ഷേത്ര ഗോപുരങ്ങളെ നോക്കി ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴേക്കും അദ്ദേഹം റൂം അന്വേഷിക്കുവാനായി പുറപ്പെട്ടു. വലിയ ബുദ്ധിമുട്ട് ഒന്നും കൂടാതെ തന്നെ റൂം കിട്ടി. ഞങ്ങൾ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി വീണ്ടും ക്ഷേത്രനടയിലേക്ക് തിരിച്ചെത്തി. തമിഴ്നാടിൻ്റെ ഏതൊരു ക്ഷേത്ര കവാടത്തിലും കാണുന്നത് പോലെ തന്നെ ധാരാളം കച്ചവടക്കാർ പൂജാദ്രവ്യങ്ങളുമായി രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്താണ്. കിഴക്കേ ഗോപുരം, രാജഗോപുരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായർ നിർമ്മാണം ആരംഭിച്ച് പിന്നീട് സേവപ്പ നായകർ പൂർത്തീകരിച്ച രാജഗോപുരം 11 നിലകളിലായി 217 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രഗോപുരം. ഇതുകൂടാതെ മറ്റു 3 ഗോപുരങ്ങൾ കൂടെയുണ്ട്. വെള്ളാള മഹാരാജ ഗോപുരം, കിളി ഗോപുരം, അമ്മണിയമ്മൻ ഗോപുരം. ഓരോ ഗോപുരങ്ങളും ഒന്നൊന്നിനേക്കാൾ മെച്ചമാണ്. ഏറ്റവും വലുത്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരമാണ് ഈ രാജഗോപുരം. നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ക്യൂ നിന്നേ പറ്റൂ. ക്യൂവിൽ പിന്നിലായി സ്ഥാനം പിടിക്കുമ്പോൾ ഞാൻ കരുതിയത് ഇത്ര മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് പല മടക്കുകളായി ക്യൂ അങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. സാധാരണ ക്യൂവും പെയ്ഡ് ക്യൂവുമുണ്ട്. പെയ്ഡ് ക്യൂവിൽ നിന്നിട്ട് പോലും 4 മണിക്കൂറെടുത്തു ദർശനം സാധ്യമാകുവാൻ. ഇവിടെ അണ്ണാമലയും ഉണ്ണാമുലയും ചേർന്നിരിക്കുന്ന സ്ഥലമാണ്. ശ്രീ പരമേശ്വരൻ അരുണാചലത്തിൽ അഗ്നിലിംഗമായി അവതരിച്ചതിനു പിന്നിൽ 2 ഐതിഹ്യങ്ങളുണ്ട്. ഒന്ന്, ഒരിക്കൽ കളിയായി ശ്രീ പാർവതി ശ്രീ പരമേശ്വരൻ്റെ കണ്ണുപൊത്തിയപ്പോൾ ലോകമാകെ ഇരുട്ടിലായി എന്നും വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയുടെ ഫലമായി ശ്രീ പരമേശ്വരൻ ഇവിടെ അഗ്നിലിംഗമായി കുന്നിൻ മുകളിൽ അവതരിച്ചു എന്നും ഒരൈതിഹ്യം. ശ്രീ പരമേശ്വരൻ അനാദിയാണെന്ന് തിരിച്ചറിയാതെ
അഗ്നിലിംഗമായി അവതരിച്ച അദ്ദേഹത്തിൻ്റെ ആദിയും അന്തവും കണ്ടെത്തുന്നതിനായി ബ്രഹ്മാവ് ആകാശത്തേക്ക് അരയന്ന രൂപത്തിലും വിഷ്ണു വരാഹരൂപത്തിൽ പാതാളത്തിലേക്കും യാത്ര തുടർന്നു. യാത്രയുടെ അവസാനം പരാജിതനായി വിഷ്ണു മടങ്ങിയെത്തിയപ്പോൾ കണ്ടു എന്ന് മനസ്സിലായി എന്ന് കള്ളം പറഞ്ഞ ബ്രഹ്മാവിനെ ശിവൻ ശപിക്കുകയും ചെയ്തതായി ഐതിഹ്യം. ശ്രീ പാർവതി ഇവിടെ ഉണ്ണാമുലയാണ്, അതായത് അപീത കുജാമ്പാൾ എന്നും അറിയപ്പെടുന്നു. തൻ്റെ പുരികക്കുടിയുടെ ചലനം കൊണ്ട് തൻ്റെ മക്കളെ എല്ലാവരെയും സംരക്ഷിക്കുന്ന സ്നേഹമയിയായ അമ്മ, വരാലും പാർപ്പും പോലെ. ദേവിയുടെ പുരികക്കൊടിയുടെ ചലനം മാത്രം മതി, എല്ലാ മക്കളും സന്തുഷ്ടരാണ്. അതുകൊണ്ടാണ് ഉണ്ണാമുല അഥവാ അപീത കുജാമ്പാൾ എന്നറിയപ്പെടുന്നത്. പഞ്ചഭൂത സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടതാണിത്. 7-ാം നൂറ്റാണ്ടിലെ സമ്പന്തർ, അപ്പർ തുടങ്ങിയവരുടെ തേവാരം കൃതികളിൽ പോലും ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഉയർന്നു നിൽക്കുന്ന 4 ഗോപുരങ്ങൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. എങ്കിൽ പോലും ഉള്ളിലേക്ക് കടന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വാസ്തുനിർമ്മാണ വൈദഗ്ധ്യമാണ് ചുറ്റുപാടും കാണാൻ കഴിയുക. ക്ഷേത്ര ഗോപുരങ്ങൾ പോലെ തന്നെ അത്യന്താകർഷണീയമാണ് 1000 കാൽ മണ്ഡപം. ഇതാ നോക്കൂ, ഇവിടെ ഇതിനുള്ളിലെ പാതാളലിംഗ ഗുഹയിലാണ് ശ്രീ രമണ മഹർഷി വർഷങ്ങളോളം താമസിച്ചിരുന്നത്. ഇത് പാതാളലിംഗ ഗുഹയിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഇതിനുള്ളിലായി ശ്രീ രമണ മഹർഷി പൂജ ചെയ്തിരുന്ന ശിവലിംഗവുമുണ്ട്. ഇതാ നോക്കൂ, ഈ ക്യൂ കടന്നു പോകുന്ന ഇതിനിരുവശവുമുള്ള ഭിത്തിയിൽ തമിഴ് വട്ടെഴുത്ത് ലിപിയിൽ മഹത് വാക്യങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത്. നല്ല നീണ്ട ക്യൂ ആയിരുന്നെങ്കിലും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നതിനാൽ കാര്യമായ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടില്ല. ഇതാ ഇവിടെയാണ് സ്പെഷ്യൽ പേയ്മെൻറ്റ് ക്യൂവിനുള്ള. അതിനുശേഷം കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതാ അങ്ങ് ദൂരെ നന്ദികേശനെ കാണാം. നന്ദികേശന് മുന്നിലായി ഭഗവാന്റെ ശ്രീകോവിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ തിരുനടയ്ക്ക് മുന്നിലെത്തി. ഇനി അങ്ങോട്ട് ഫോട്ടോഗ്രാഫിയൊന്നും സാധ്യമല്ല. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി അരുണാചലേശ്വരനെ കണ്ട് തൊഴുത് മടങ്ങി വരാം. അങ്ങനെ ഭഗവാനെ കണ്ടു തൊഴുതു. തൊട്ടടുത്ത് തന്നെ ശ്രീ പാർവതി നടയുണ്ട്, അവിടെയും തൊഴുതു. ഉപദേവതമാരായി സുബ്രഹ്മണ്യനുണ്ട്, ദുർഗ, ചന്ദ്രസൂര്യ, സോമസ്കന്ദ, അണ്ണാമലയമ്മൻ, എല്ലാ ദേവതമാരെയും തൊഴുത് അരുണഗിരിയിലേക്കും നോക്കി വഴിപാടായി കിട്ടിയ ലഡുവുമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ സമയം ആ ക്ഷേത്ര പരിസരത്ത് ചിലവഴിച്ചു. കാർത്തിക ദീപമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. നവംബർ-ഡിസംബർ മാസത്തിലെ പൂർണ്ണചന്ദ്ര ദിവസം മലമുകളിൽ തെളിയുന്ന കാർത്തിക ദീപം കണ്ടു തൊഴുവാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുക. അരുണാചലേശ്വര സന്നിധിയിലെത്തിയാൽ ശ്രീരമണ മഹർഷിയുടെ ആശ്രമത്തിൽ പോവാതിരിക്കാനാവില്ല. അതും ഞങ്ങളുടെ യാത്രയുടെ ഒരു പ്രധാന ഉദ്ദേശ്യം തന്നെയാണ്. രമണാശ്രമത്തിലേക്കുള്ള യാത്ര പിറ്റേന്നാവാമെന്ന് കരുതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും മടങ്ങുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തിയത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സദാശിവ ദർശനത്തിലെ വരികളാണ്. അടിക്കു പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമഃ ശിവായ നായകാ നമോ നമഃ.